ഖാനയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഖാന പ്രസിഡന്റ് ജോൺ മഹാമയാണ് പുരസ്കാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത്. പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പരമോന്നത സിവിലിയൻ ബഹുമതി അദ്ദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഒപ്പം ഖാനയുമായി വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കാൻ സാധിച്ചതിനെക്കുറിച്ചൊക്കെയും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഖാനയുമായുള്ള സന്ദർശനം വളരെ വിജയകരമായി തന്നെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം അടുത്ത രാജ്യത്തേക്ക് പുറപ്പെട്ടോ? ഖാനയിലെ ഈ 4 ധാരണാപത്രങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാനയിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ വളരെ ഊഷ്മളമായ സ്വീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖാനയിൽ ലഭിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ ബഹുമതി, പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖാന പ്രസിഡന്റ് നൽകുകയും ചെയ്തു. അത് മാത്രമല്ല, വിവിധ ധാരണാപത്രങ്ങളിൽ അത് സുരക്ഷ സംബന്ധിച്ച ടെക്നിക്കൽ, അത് സാങ്കേതിക കൈമാറ്റം സംബന്ധിച്ച ഒട്ടനവധി കരാറുകളിൽ ഇന്ത്യയും ഖാനയും തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഭീകരവാദത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിന് ഖാന ഇന്ത്യക്കൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഖാനയുടെ പ്രസിഡന്റ് ഇന്ത്യക്ക് നൽകുകയും ചെയ്തു. പരസ്പര സഹകരണം, ഭീകരവാദത്തിനെതിരെ പരസ്പര സഹകരണത്തിനുള്ള ധാരണയും ഈ ഇന്ത്യ ഖാന ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ അദ്ദേഹം ഖാനയിൽ നിന്നും പുറപ്പെടുകയും ചെയ്തു. ഇനി അടുത്ത രാജ്യത്തേക്കുള്ള യാത്രയിലാണ്. അർജന്റീനയിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ബ്രസീലിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ അവിടെ ബ്രിക്സ് ഉച്ചകോടിയിലും പങ്കെടുത്ത് അവിടുത്തെ ഭരണകൂടവുമായി ചർച്ചയും നടത്തിയ ശേഷം നമീബിയ കൂടി സന്ദർശിച്ച ശേഷമായിരിക്കും അദ്ദേഹം തിരികെ ഇന്ത്യയിലേക്ക് എത്തുക. ഓക്കെ, ശരി ശ്രീകാന്ത്.